എല്ലാവർക്കും നമസ്കാരം. ഒരു അധ്യാപകൻ എങ്ങനെ ഒരു എന്റർപ്രണറായി മാറി, ഒരു സംരംഭകനായി മാറി എന്നതിനെക്കുറിച്ചാണ് ഈ ചെറിയൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതാണ്ട് 25 വർഷത്തെ ഹയർ സെക്കൻഡറി അധ്യാപകൻ എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനത്തിനിടയ്ക്കാണ് സമാദരണീയനായ ശ്രീ KV ദയാൽ സാറിൻ്റെ വാനപ്രസ്ഥം എന്ന കോഴ്സിലേക്ക് ഞാൻ ചേരുന്നത്. ആ വാനപ്രസ്ഥം കോഴ്സ് 20 ദിവസമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് വെച്ച് 20 ക്ലാസ്സുകളാണ് എനിക്ക് കിട്ടിയിരുന്നത്. ആ ക്ലാസ്സിലൂടെയാണ് ഒരുപക്ഷെ ഞാൻ ഇന്നുവരെ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ ഇന്നുവരെ ഇത്തരത്തിൽ ചിന്തിക്കാത്ത പലതിനെയും പറ്റി ആ വാനപ്രസ്ഥം ക്ലാസ് എനിക്ക് പുതിയൊരു കാഴ്ചപ്പാട്, ദിശാബോധം നൽകിയത്. ആ ക്ലാസ് നയിച്ചത് ആദരണീയനായ ശ്രീ KV ദയാൽ സാറാണ്. ഇക്കോളജി അടിസ്ഥാനമാക്കിക്കൊണ്ട് ജീവിതത്തെ എങ്ങനെ ആനന്ദകരമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. ഒരുപക്ഷെ ആധുനിക സമൂഹം ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം അവിടെ വളരെ ഗൗരവമായി, ആഴത്തിൽ, ഗഹനമായി അവിടെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. പല തലത്തിൽ അതിനെ അദ്ദേഹം വിഭജിച്ചാണ് ആ ക്ലാസ്സിനെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? മണ്ണിനെ അറിയുക. മണ്ണിലാണ് തുടങ്ങേണ്ടത്. നമ്മുടെ ഒരു ആനന്ദലോക സൃഷ്ടി ആരംഭിക്കേണ്ടത് മണ്ണിലാണ്. ശരിയായ കൃഷി നാം തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ജൈവ കൃഷി എന്നുള്ളത്, ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളതിനെ ശ്രദ്ധ പതിപ്പിക്കുന്നു. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം സംഘടിപ്പിച്ച് കർഷകർക്ക് കൊടുക്കുന്നതിന് തയ്യാറുമാണ്. അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിനുള്ള എല്ലാ അറിവുകളും അതിനുള്ള പ്രായോഗിക പദ്ധതികളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളതിന് അപ്പോൾ മണ്ണിൽ തുടങ്ങുന്നു, കൃഷിയിൽ ആരംഭിക്കുന്നു, അതിനുശേഷം ശരിയായ ഭക്ഷണത്തിലേക്ക് വരുന്നു. ശരിയായ ഭക്ഷണമേത്, വിധിച്ച അന്നമേത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പഠനങ്ങൾ നടത്തുകയും നമ്മുടെ ശരിയായിട്ടുള്ള നാച്ചുറൽ കാർബോഹൈഡ്രേറ്റ്, നാച്ചുറൽ ഫാറ്റ്, നാച്ചുറൽ പ്രോട്ടീൻ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അന്നം ബ്രഹ്മ എന്ന ഭാരതത്തിൻ്റെ സങ്കല്പം കൃത്യമാക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം വിധിച്ച അന്നത്തിലേക്ക് വരുന്നത്. അങ്ങനെ അന്നം കൃത്യമായാൽ നമുക്ക് ആരോഗ്യമുണ്ടാവും. അപ്പോൾ ആരോഗ്യം എന്താണ് എന്നതിനെക്കുറിച്ച് നാം അറിയണം. നാം ഇന്ന് രോഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുക, ഇല്ലേ? ഇന്ന് ഏതാണ്ട് ഒട്ടുമിക്ക രോഗങ്ങളെക്കുറിച്ചും എല്ലാവർക്കും ധാരണയുണ്ട്. എല്ലാവരും ഇന്ന് ഒരു കുട്ടി ഡോക്ടർമാരായി മാറിയിരിക്കുകയാണ്. ആരോട് ചോദിച്ചാലും അതിനൊക്കെ പ്രതിവിധി അവർ പറയുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലേക്ക് ഒരു ഔപചാരികമായ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നാം ഇന്ന് രോഗങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ്, ഇല്ലേ? എന്നാൽ ദയാൽ സാർ പറയുന്നു, രോഗങ്ങൾ ഒട്ടനവധിയാണ്. രോഗങ്ങളെക്കുറിച്ച് പറയുകയോ ചിന്തിക്കുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുത് എന്നാണ്. കാരണം അതിങ്ങനെ ഒട്ടനവധിയാണ്. സുനാമി പോലെ രോഗങ്ങൾ കടന്നു വരികയാണ്. എന്നാൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആരോഗ്യം. അതിനെക്കുറിച്ച് പഠിച്ചാൽ എല്ലാമായി. എന്നാൽ ആരോഗ്യത്തെക്കുറിച്ച് പറയാൻ, ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കാൻ, ആരോഗ്യം നേടുന്നത് എപ്രകാരമെന്ന് കൃത്യമായ ഒരു പാഠ്യപദ്ധതിയിലൂടെ പഠിപ്പിക്കാൻ നമുക്കിന്ന് കഴിയുന്നില്ല. എന്നിടത്താണ് ഇന്ന് രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുള്ളത്. ഒരു നാട് വികസിക്കുന്നു എന്ന് നാം മറ്റെല്ലാ മേഖലയിലും അളവുകോലുകൾ വച്ച് പറയുമ്പോഴും രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ഓരോ വീട്ടിലേക്കും മരുന്ന് മേടിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നാം ഒന്ന് നോക്കിയാൽ, ഇല്ലേ? മരുന്നിന് വേണ്ടി ഓരോ കുടുംബവും ഇന്ന് ചെലവഴിക്കുന്ന എത്ര രൂപ എന്നുള്ളതിനെക്കുറിച്ച് നാം പഠിക്കുമ്പോഴാണ് ഭയാനകരമായ, ഭീതിതമായ ഒരു അന്തരീക്ഷം നമുക്ക് മനസ്സിലാവും എന്നതാണ്. അമേരിക്കയിലൊക്കെ ഉള്ള എൻ്റെ ബന്ധുക്കൾ പറയും, ഇൻഷുറൻസ് ഇല്ലെങ്കിൽ, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവിടെ ചികിത്സിക്കാൻ പറ്റില്ല എന്നാണ്. അത്ര ചെലവേറിയതാണ് എന്ന്. ഇന്ന് നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും ഇൻഷുറൻസ് ഇല്ലാതെ നമുക്ക് ഒരു രോഗത്തെ ചികിത്സിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് രോഗചികിത്സ, അതിൻ്റെ ചിലവ് ഏറിയിരിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആരോഗ്യം എങ്ങനെ നമുക്ക് നേടാനാവും എന്നതിനെക്കുറിച്ച് ദയാൽ സാർ ഈ വാനപ്രസ്ഥം എന്ന ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതുവഴി ശരിയായ ഭക്ഷണവും ശരിയായ ആരോഗ്യവും നമുക്കുണ്ടായാൽ പ്രവർത്തിക്കുന്നതിനുള്ള ഊർജം നമുക്കുണ്ടാവും. അങ്ങനെ മനുഷ്യൻ ആനന്ദത്തിലേക്ക് വരും എന്നതാണ്. അങ്ങനെ ഒരു സമൂഹത്തെ ആനന്ദ ലോകത്തിലേക്ക് ഉയർത്തുക എന്നതാണ് വാനപ്രസ്ഥത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതിനാണ് അദ്ദേഹം കഴിഞ്ഞ 38 വർഷമായി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഈ പാഠ്യപദ്ധതിയിൽ വന്നപ്പോൾ ഒരു അധ്യാപകനായ എനിക്ക് വളരെയധികം അത്ഭുതവും ആശ്ചര്യവും ഉണ്ടായി എന്നതാണ്. വളരെ കൃത്യമായി എൻ്റെ സംശയങ്ങൾ അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ദയാൽ സാർ അവിടെ പറഞ്ഞു തരികയാണ്, വിശദീകരിക്കുകയാണ് എന്നാണ്. അത്തരത്തിലാണ്
ഒരു അധ്യാപകനിൽ നിന്ന് ഇന്നൊരു സംരംഭകൻ എന്ന നിലയിലേക്ക് മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നാണ്. അദ്ദേഹം ഈ വാനപ്രസ്ഥം ക്ലാസ്സിനിടയിൽ തന്നെ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച്, നമ്മുടെ വിധിച്ച അന്നം എന്ത് എന്ന ഒരു അന്വേഷണത്തിൽ അദ്ദേഹം ചെറുധാന്യങ്ങളെ ഉൾപ്പെടുത്തുകയാണ്. അതല്ല നമ്മുടെ വിധിച്ച അന്നം, പക്ഷേ വിധിച്ച അന്നത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ, ഒന്ന് ഗതിവേഗം വർദ്ധിപ്പിക്കാൻ ചെറുധാന്യങ്ങൾ മതി എന്നതാണ്. മറ്റെല്ലാ ധാന്യങ്ങളും പോലെ, അരിയും ഗോതമ്പും ഒക്കെ പോലെ തന്നെയാണ് ഈ ചെറുധാന്യങ്ങളും. ഈ അരിയിലും ഗോതമ്പിലും ഉള്ളതൊക്കെ തന്നെയാണ് ചെറുധാന്യങ്ങളിൽ ഉള്ളതും. എന്നാൽ ചെറുധാന്യങ്ങൾക്ക് അരിയും ഗോതമ്പിനേക്കാൾ മേന്മകളുണ്ട് എന്ന് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് ചെറുധാന്യങ്ങളുടെ ഒരു വർഷം 2023 നമ്മുടെ ഭാരത സർക്കാരും ആഘോഷിച്ചത്, ആചരിച്ചത്. അപ്പോൾ ചെറുധാന്യങ്ങൾക്ക് നാം ഇന്ന് ആശ്രയിക്കുന്ന അരിയും ഗോതമ്പിനേക്കാളും കൂടുതൽ മികവുകളുണ്ട് എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ചെറുധാന്യങ്ങളെക്കുറിച്ച് ദയാൽ സാർ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി, കൂടുതൽ ആവേശത്തോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നത്. അത്തരത്തിലൊരു ക്ലാസ്സിൽ വെച്ചാണ് എന്നോട് ചെറുധാന്യങ്ങൾ ഇന്ന് എല്ലാവർക്കും എത്തിക്കേണ്ടതുണ്ട്, നമ്മുടെ കടകളിലേക്ക് ചെറുധാന്യങ്ങൾ എത്തേണ്ടതുണ്ട്, തീൻമേശകളിലേക്ക് ചെറുധാന്യങ്ങൾ എത്തേണ്ടതുണ്ട്. എന്നാൽ ചെറുധാന്യങ്ങൾ പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രുചിയുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെ കഴിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ആളുകൾക്ക് സംശയങ്ങളുണ്ട്. അതുകൊണ്ട് എന്നോട് അദ്ദേഹം ആജ്ഞാപിക്കുകയാണ്, ചെറുധാന്യങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായി ഒരു കമ്പനി തുടങ്ങേണ്ടതുണ്ട്. ഗുരുനാഥൻ്റെ വാക്കാണ്. കേട്ട മാത്രയിൽ തന്നെ അതനുസരിക്കാൻ ഞാൻ തീരുമാനിക്കുകയും അധ്യാപന വൃത്തിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉടൻ തന്നെ ഒരു കമ്പനി തുടങ്ങുകയും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ടുള്ള അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ എന്നോടൊപ്പം പഠിച്ച ഒരു കൂട്ടുകാരനുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാർ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു കമ്പനി രൂപീകരിക്കുകയാണ്. ആദരണീയനായ എൻ്റെ ഗുരുനാഥൻ തന്നെ, ദയാൽ സാർ തന്നെ ആ കമ്പനിക്ക് പേരിട്ടു നവലോക. ഒരു പുതിയ ലോക സൃഷ്ടിക്കായിട്ടുള്ള ഒരു കൂട്ടായ്മ എന്നതിനായാണ് ഞങ്ങൾ അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ ഫിലോസഫി എന്താണ്, അതിൻ്റെ അത് മുന്നോട്ട് വയ്ക്കുന്ന ദർശനം എന്താണ് എന്നത് വളരെ കൃത്യമാണ്. അത് ദയാൽ സാറിൻ്റെ ദർശനം തന്നെയാണ്. വിധിച്ച അന്നത്തിലേക്ക്, ശരിയായ ഭക്ഷണത്തിലേക്ക്, അതുവഴി നമ്മുടെ ആളുകൾക്ക് നിലനിൽക്കുന്ന ആരോഗ്യത്തിലേക്ക്, അതുവഴി ആനന്ദത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റുക എന്നതാണ് നവലോകയുടെ ഉദ്ദേശം. ചെറുധാന്യങ്ങൾ, പ്രധാനമായും ചെറുധാന്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് നവലോക ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്, വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അത് ഇന്ന് ലഭ്യമാണ് എന്നതാണ്. നവലോകയ്ക്കായി അതിൻ്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം navaloga.com എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇന്ന് ലഭ്യമാണ്. നവലോകയുടെ ഇൻസ്റ്റഗ്രാം ഇന്ന് എല്ലാവർക്കും ലഭ്യമാണ്. അതിലൂടെ ഓൺലൈനായും ഓഫ്ലൈനായും ഇന്ന് നവലോകയുടെ ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും ലഭ്യമാണ്. ചെറുധാന്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ദയാൽ സാർ എന്നോട് പറഞ്ഞ കാര്യം. ഞാൻ ചെയ്യണം, എൻ്റെ ദൗത്യം അതായി ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് അപ്രകാരമാണ്. അപ്പോൾ ചെറുധാന്യങ്ങൾ ധാരാളമായി ഇന്ന് നമുക്ക് ലഭ്യമാണ്, എല്ലാത്തരം ചെറുധാന്യങ്ങളും ലഭ്യമാണ്. എന്നാൽ അതിനെ കൂടുതൽ രുചികരമായ ഉൽപ്പന്നങ്ങളാക്കി, ആധുനിക കാലഘട്ടത്തിന് യോജിച്ച തരത്തിലുള്ള ഭക്ഷണമാക്കി ചെറുധാന്യങ്ങളെ മാറ്റുക, അങ്ങനെ രുചി ആളുകൾക്ക് കൂടുതൽ കിട്ടുന്ന തരത്തിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ അത് മാർക്കറ്റിലില്ല. ധാരാളം ചെറുധാന്യങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്, സുലഭമായി ഇന്ന് കിട്ടുന്നുണ്ട്. ഗവൺമെൻറ് പ്രത്യേകമായി അതിന് ശ്രദ്ധ പതിപ്പിക്കുകയും ചെറുധാന്യങ്ങൾ ധാരാളമായി ഇന്ന് കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ചെറുധാന്യങ്ങൾ ആളുകൾ രുചികരമായി കഴിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെട്ടാണോ കഴിക്കുക എന്നുള്ളിടത്താണ് നവലോകയുടെ ഇടപെടൽ ഞങ്ങൾ ഇന്ന് നടത്തുന്നത് എന്നാണ്. കഴിക്കുന്ന ആളുകളോട്, ധാരാളം ആളുകളോട് ചോദിക്കുമ്പോഴും ഒരു രുചിയുടെ കുറവുണ്ട്, പിന്നെ ഇത് അസുഖത്തിന് നല്ലതാണ് എന്ന് ദയാൽ സാർ പറയുന്നു, അതുകൊണ്ട് കഷ്ടപ്പെട്ട് കഴിക്കുന്നു എന്നതാണ്. എന്നാൽ നവലോക ശ്രദ്ധിക്കുന്നത് ചെറുധാന്യങ്ങളെ കഷ്ടപ്പെട്ട് കഴിക്കാതെ ഇഷ്ടപ്പെട്ട് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരമായി, ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായി വിധിച്ച അന്നത്തിലേക്കുള്ള നമ്മുടെ ഒരു യാത്രയെ കൂടുതൽ എളുപ്പത്തിലാക്കുന്നതിന് ചെറുധാന്യങ്ങളെ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു ഭക്ഷണ വൈവിധ്യത്തോടു കൂടിയ, രുചികരമായ, പോഷക സമർത്ഥമായ, സമ്പന്നമായ ഒന്നാക്കി മാറ്റുക എന്നതാണ് നവലോക പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. ആ രീതിയിലാണ് നവലോകയുടെ ഉൽപ്പന്നങ്ങളെല്ലാം നാം ഇന്ന് വിപണിയിൽ എത്തിക്കുന്നത്. വളരെ പ്രധാനമായി ചെറുധാന്യങ്ങളെ ചേർത്തുകൊണ്ട് മ്യൂസലികൾ, നിരവധി ഫ്ലേവറുകളിൽ, അത് ഹണി, ചോക്ലേറ്റ്, സ്ട്രോബെറി, അതുപോലെ തന്നെ റിയൽ കോഫി, ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് തുടങ്ങിയിട്ടുള്ള
ഫ്ലേവറുകളിൽ ഓർഗാനിക് ആയിട്ട് നാച്ചുറലായി ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകളും ചേർക്കാതെ നമ്മുടെ മ്യൂസലികൾ ഇന്ന് നവലോക ഇറക്കിയിട്ടുണ്ട്. വളരെയധികം ആളുകൾ അത് ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവായി ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോഴാണ് ഈ ഡയബറ്റിക്സ് ഉള്ളവർ, പ്രമേഹ രോഗികൾക്ക് മധുരം കഴിക്കാൻ നിവൃത്തിയില്ല എന്ന് ദയാൽ സാറുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുകയും അവർക്ക് മധുരം കഴിക്കാൻ എന്താണ് മാർഗം എന്ന സാറുമായിട്ടുള്ള ഒരു ചർച്ചയിൽ നിന്നാണ് സ്റ്റീവിയ എന്നുള്ളതിലേക്ക് വരുന്നത്. മധുര തുളസി ചേർത്തിട്ടുള്ള ഒരു മ്യൂസലി മാർക്കറ്റിൽ ഉണ്ടായിരുന്നതല്ല. നവലോക അത് കണ്ടെത്തുകയും ഷുഗർ ഫ്രീ സ്റ്റീവിയ മ്യൂസലി ഒരു ബ്രേക്ക്ഫാസ്റ്റായി നമുക്ക് ഡയറി മിൽക്കിലോ തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ വെറുതെ സ്നാക്കായോ കഴിക്കാവുന്ന തരത്തിൽ നമുക്ക് ഈ മ്യൂസലികൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ പഴങ്ങൾ ചേർത്തിട്ടുള്ള ഗ്രനോള, മിക്സഡ് ഫ്രൂട്ട് ഗ്രനോള ഇന്ന് നമ്മൾ നവലോക മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാ മില്ലറ്റുകളുടെയും അവലുകൾ ധാരാളമായി നാം ഇന്ന് ഇറക്കിയിട്ടുണ്ട്. റാഗി, നമ്മുടെ സംസ്കാരം മുന്നോട്ട് വച്ചിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ആദ്യം കുറുക്കായി കൊടുക്കുന്ന റാഗി എന്നുള്ളത് ചേർത്തുകൊണ്ട്, റാഗിയും ബീട്രൂട്ടും കൂടെ ചേർത്തുകൊണ്ട് ഒരു മാൾട്ട്, റാഗി ബീട്രൂട്ട് മാൾട്ട് നവലോക പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ പാൻ കേക്കുകൾ, മില്ലറ്റിൻ്റെ പാൻ കേക്കുകൾ നവലോക ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനമായി മില്ലറ്റുകളെ പുതിയ കാലഘട്ടത്തിന് യോജിച്ച തരത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇൻ 2 minutes എന്നുള്ളതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ. 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്നുള്ളതാണ്. ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ ശ്യാമധാന്യങ്ങൾ എന്ന നിലയിൽ നമ്മുടെ പൂർവികർ, നമ്മുടെ നാട്, നമ്മുടെ സംസ്കാരം, ലോകമെമ്പാടുമുള്ള ജനത ഇത് കണ്ടെത്തുകയും കൃഷി ചെയ്യുകയും കഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന നാം ഇന്നും അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരോ പിന്മുറക്കാരോ ആണ് ചില കാര്യങ്ങളിൽ മാത്രം എന്നതാണ്. നമ്മുടെ കൊച്ചു കുട്ടിക്ക് ആദ്യം ചോറ് കൊടുത്തതിന് ശേഷം നാം കൊടുക്കുന്നത് റാഗിയാണ്, പഞ്ഞപ്പുല്ലാണ്. പേരിനൊപ്പം പഞ്ഞ എന്ന് ചേർക്കുന്നത് ദാരിദ്ര്യകാലത്ത് കഴിക്കുന്നത് കൊണ്ടാണ്. ആ അന്നം പഞ്ഞമായതുകൊണ്ടല്ല. റാഗി എന്നതിനൊരു കഥയുണ്ട്. അത് ശ്രീരാമന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ധാന്യം എന്നാണ്. അത്തരത്തിൽ ഏറ്റവും ദ കിങ് ഓഫ് കാൽസ്യം എന്നാണ് റാഗിയെ പറയുക. അത് ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഇന്ന് ആളുകൾ വളരെ കൃത്യമായി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് കഴിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട സമീകൃത ആഹാരമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാം അറിയണം റാഗി എന്നുള്ളത്. അപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ കൊച്ചുകുട്ടിക്ക് കുറുക്ക് കൊടുക്കുമ്പോൾ റാഗി ഇന്നും തുടരുന്നുണ്ട് എന്നുള്ളത് വളരെ, അപ്പോൾ നാം പാരമ്പര്യത്തോട്, പൈതൃക ജ്ഞാനത്തോട് നാം എത്രമാത്രം ചേർന്നാണ് നിൽക്കുന്നത് എന്നതിന് ഒരു തെളിവായി ഞാനതിവിടെ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശരിയായ കാർബോഹൈഡ്രേറ്റ് ഏതാണ് എന്ന അന്വേഷണത്തിലേക്ക് നാം ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ അവിടെയാണ് ചെറുധാന്യങ്ങൾ കടന്നു വരുന്നത്. ഇന്ന് യുണൈറ്റഡ് നേഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ കൃത്യമായി 2023 മില്ലറ്റ് ഇയറായി നാം ആഘോഷിച്ചു. അതിൻ്റെ തുടർച്ചയായി ഇന്ന് മില്ലറ്റുകളെക്കുറിച്ച് നിരന്തരമായ പഠനങ്ങളും ധാരാളം ഗവേഷണ പ്രബന്ധങ്ങളും ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഇത്രയും മനുഷ്യന് ഗുണകരമായിട്ടുള്ള ഒരു നാച്ചുറൽ കാർബോഹൈഡ്രേറ്റ് എന്ന നിലയിലേക്ക് അതിൻ്റെ തലം ഉയർന്നിട്ടുണ്ട് എന്ന, ഏറെ അവഗണിക്കപ്പെട്ടു പോയ, ഏറെ പിന്നോക്കം പോയിട്ടുള്ള ഈ ചെറുധാന്യങ്ങൾ ഇന്ന് മുൻനിരയിലേക്ക്, ഭാരതത്തിൻ്റെ തീൻമേശകളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് ശുഭകരമായ ഒന്നാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സാമൂഹ്യ മുന്നേറ്റമായി നമ്മുടെ ഭക്ഷണ പദ്ധതിയെ പഴയ ഭക്ഷണ സംസ്കാരവുമായി ചേർത്തുകൊണ്ട് ആധുനിക കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നതിന് ചെറുധാന്യങ്ങൾ മതി എന്ന കൃത്യമായ നിരീക്ഷണമാണ് ശ്രീ കെ വി ദയാൽ സാർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ശരിയായ ഭക്ഷണം എന്നുള്ളതിൽ അദ്ദേഹം ഈ നാച്ചുറൽ കാർബോഹൈഡ്രേറ്റിനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മില്ലറ്റുകളിലൂടെ. എന്നാൽ അതല്ല നമുക്ക് വിധിച്ചിട്ടുള്ളത് പഴങ്ങളാണ് എന്ന് അദ്ദേഹം പറയും. പഴങ്ങളിലേക്കാണ് നാം എത്തേണ്ടത്. എന്നാൽ അത് കൃഷി ചെയ്ത് നമുക്ക് ആവശ്യത്തിന് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഭക്ഷ്യസുരക്ഷിതത്വം, നാടിൻ്റെ ഭക്ഷ്യസുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ ചെറുധാന്യങ്ങളെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇത്രയധികം കാലാവസ്ഥ വളരെയധികം മോശമാണെങ്കിലും, കാലാവസ്ഥയിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ തരത്തിലുള്ള വ്യതിയാനങ്ങളും വെല്ലുവിളികളും നേരിടുന്നുണ്ട്, ഇല്ലേ? കാലാവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ മാറി മറിയുകയാണ്. അപ്പോൾ അങ്ങനെ കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികളെ പോലും അതിജീവിക്കുന്ന വിളകൾ എന്ന നിലയിലാണ് ചെറുധാന്യങ്ങൾ, മില്ലറ്റുകൾ കടന്നു വരുന്നത്. അതിന് വളരെ കുറച്ച് കാലം, 40 മുതൽ 60 ദിവസം വരെയുള്ള വിളവെടുപ്പ് കൊണ്ട് നമുക്കത് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അതിന് വളരെ കുറച്ച് ജലമേ ആവശ്യമുള്ളൂ എന്നത് പ്രധാനമാണ്. ഒട്ടും വളക്കൂറില്ലാത്ത മണ്ണുകളിൽ പോലും
ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത ഇടങ്ങളിൽ പോലും ചെറുധാന്യങ്ങൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളത് ലോക ഭക്ഷ്യ സുരക്ഷിതത്വത്തിന് ഇതിനപ്പുറത്ത് ആശ്രയിക്കാവുന്ന മറ്റൊരു വിളയില്ല എന്ന് ഇന്ന് നാം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഭക്ഷണ രീതികളെ ക്രമീകരിച്ചുകൊണ്ട് വിധിച്ച അന്നത്തിലൂടെ ആനന്ദത്തിലേക്ക് പോവുക. അതുപോലെ തന്നെ നാച്ചുറൽ ഫാറ്റ് എന്നുള്ളത് ദയാൽ സാറ് പറയുന്നുണ്ട്. അവക്കാഡോ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് കരിമ്പിൻ ജ്യൂസുമായി ചേർത്തുകൊണ്ടുള്ള ഒരു വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു പാനീയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ പ്രോട്ടീൻ, അതുമൊക്കെ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിലാണ്, നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഒരു ശരിയായ ഭക്ഷണ സംസ്കാരത്തിലൂടെ വിധിച്ച അന്നത്തിലൂടെ 5 അന്നവും നേരെയായാൽ മനുഷ്യൻ ആനന്ദത്തിലെത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ഈ അദ്ദേഹത്തിൻ്റെ ശിഷ്യരെയുമായുള്ള തേക്കടി യാത്ര എന്നുള്ളത്. 3 അന്നം അവിടെ സുലഭമായി കിട്ടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കാലാവസ്ഥയെ തിരിച്ചു പിടിക്കുന്നതിന്, മനുഷ്യൻ്റെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കുന്നതിന്, അതുവഴി ജീവിതത്തിൽ നിലനിൽക്കുന്ന ആനന്ദത്തിലേക്ക് ഉയരുന്നതിന്, വളരുന്നതിന് വളരെ കൃത്യമായി ഭക്ഷണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതാണ് ഭക്ഷണം എന്നുള്ളത് നാം അറിയേണ്ടതുണ്ട്. ശരിയായ ഭക്ഷണത്തെ, വിധിച്ച അന്നത്തെ നാം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അന്നം ബ്രഹ്മ. പാചകം ചെയ്ത് കഷ്ടപ്പെടാതെ 2 മിനിറ്റ് കൊണ്ട് രാവിലെ പാചകം ചെയ്ത് കഴിക്കാവുന്ന മില്ലറ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റുകൾ, അത് മില്ലറ്റ് ഉപ്പുമ എന്നുള്ളതുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മ്യുസലികളെല്ലാം നിങ്ങൾക്ക് 1 മിനിറ്റിൽ കഴിക്കാവുന്നതാണ്. അത്തരത്തിൽ മില്ലറ്റുകളുടെ ഒരു സമീകൃതമായിട്ടുള്ള ഒരു ഭക്ഷണ പദ്ധതി, ഒരു ഡയറ്റ് ഇന്ന് നവലോക പുറത്തിറക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി നാമൊക്കെ കുട്ടികൾക്ക് ജന്മദിനത്തിലൊക്കെ ധാരാളമായി സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്, ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കായി അവരുടെ ഒരു ജന്മദിന സമ്മാനമായി നമുക്ക് കൊടുക്കാവുന്നത് എന്താണ്? നാം ഒന്ന് ആലോചിച്ചാൽ അവരുടെ ആരോഗ്യം ഏറ്റവും കൃത്യമായി പരിപാലിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണം കൊടുക്കുക എന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു ബർത്ത്ഡേ ഒരു ഗിഫ്റ്റായി ഒരു കോംബോ മില്ലറ്റിൻ്റെ മ്യുസലികൾ, ഒരു 3-4 ഫ്ലേവറുകൾ ചേർത്തുകൊണ്ട് ഒരു കിറ്റായി, ഒരു കോംബോ ബർത്ത്ഡേ ഒരു ഗിഫ്റ്റായി നമ്മൾ കൊടുക്കുന്നുണ്ട്. നവലോക അതിന് പേരിട്ടിരിക്കുന്നത് ദിവ്യം എന്നാണ്. ശാരീരിക അവശതകൾ, പ്രായാധിക്യത്താൽ നേരിടുന്ന ആളുകൾക്ക്, മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ റാഗി, ബീട്രൂട്ട്, മാൾട്ട് എന്നുള്ളത് വളരെ ഗുണകരമാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഹോസ്റ്റലുകളിലും വീട്ടിൽ നിന്ന് മാറിയൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക്, ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങളുടെ മില്ലറ്റിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും 1 മിനിറ്റ് കൊണ്ട് പാചകം ചെയ്യാതെ കഴിക്കാവുന്നതുണ്ട്. ചെറിയ രീതിയിൽ ഒരു പാല് തിളപ്പിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫ്രൂട്ട് ജ്യൂസുകളിലൊക്കെ ചേർത്തിട്ട് കഴിക്കാവുന്ന ധാരാളം മില്ലറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ന് നവലോക പുറത്തിറക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ സന്തോഷകരമായ മറ്റൊരു കാര്യം, ദയാൽ സാറിൻ്റെ തന്നെ നിർദ്ദേശത്താൽ നമ്മുടെ പഴങ്ങളൊക്കെ സീസണലായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പഴത്തിൻ്റെ ഒരു സീസൺ എന്ന് പറഞ്ഞത് കഴിയുമ്പോൾ ആ പഴം നമുക്ക് മാർക്കറ്റിൽ ലഭ്യമല്ലാതാവും. അപ്പോൾ അത്തരത്തിൽ പഴങ്ങൾ എന്നുള്ളതാണ് വിധിച്ച അന്നം എന്ന് ഇക്കോളജി എന്ന ശാസ്ത്രശാഖ വഴി ദയാൽ സാറ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിധിച്ച അന്നത്തിലേക്ക് എത്തേണ്ടത് പഴങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ സീസണലായി കിട്ടുന്ന പഴങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിനെ പൗഡറുകളാക്കി, ഫ്രൂട്ട് പൗഡേഴ്സ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് ദയാൽ സാർ നിർദ്ദേശിക്കുകയും എന്നോട് കൃത്യമായി ചില ഫ്രൂട്ട് പൗഡേഴ്സ് കണ്ടെത്തണം, അത് ശുദ്ധമായിട്ടുള്ളത് നമുക്ക് വിപണിയിൽ എത്തിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതനുസരിച്ച് ഇന്ന് നവലോക നിരവധി ഫ്രൂട്ട് പൗഡേഴ്സ് വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. അവക്കാഡോയുടെ പൗഡർ ലഭ്യമാണ്. അതുപോലെ തന്നെ പേരയ്ക്ക പൗഡർ ഇന്ന് ലഭ്യമാണ്. അതുപോലെ ഞാവൽ, നിരവധിയായിട്ടുള്ള നമ്മുടെ അയഡിൻ ഡെഫിഷ്യൻസി ഒക്കെ പരിഹരിക്കുന്നതിനുള്ള, തൈറോയിഡ് എന്നുള്ളതിന് ഏറ്റവും കൃത്യമായി ദയാൽ സാറ് കണ്ടെത്തിയിട്ടുള്ള ഒന്നാണ് ഞാവൽ എന്നുള്ളത്. അപ്പോൾ ഞാവൽ പൊടി ഇന്ന് ലഭ്യമാണ്. പപ്പായ പൗഡർ ഇന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ ചവനപ്രാശം എന്നുള്ളത് ഇനി നമ്മൾ നോക്കേണ്ടതില്ല. നെല്ലിക്കപ്പൊടി, വൈറ്റമിൻ സിയും രോഗപ്രതിരോധ ശക്തി എല്ലാവർക്കും ലഭിക്കുന്ന നെല്ലിക്കയുടെ പൗഡർ ഇന്ന് ലഭ്യമാണ്. മുരിങ്ങ ഇലയുടെ പൗഡർ ലഭ്യമാണ്. ഇനിയും അതിൻ്റെ അന്വേഷണങ്ങൾ, 100% ശുദ്ധമായിട്ടുള്ള പഴങ്ങളുടെ ചാറുകളും ഒക്കെയായി നവലോക അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായിട്ടുള്ള മില്ലറ്റിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സിംഗിൾ മില്ലറ്റിൻ്റെതായിട്ടുള്ള ഉപ്പുമാവുകൾ, റവകൾ, അതുപോലെ ഇഡലി ദോശ, വിവിധങ്ങളായിട്ടുള്ള മില്ലറ്റുകളുടെ ഇഡലി ദോശ മിക്സുകൾ, പുട്ടുപൊടികൾ, ഇതൊക്കെ ഇന്ന് നവലോക വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. ശുദ്ധമായിട്ടുള്ള, വളരെ ഗുണപരമായി, അതുപോലെ മിതമായ വിലയിൽ ഇന്ന് ലഭ്യമാവുന്ന
നിരവധി മില്ലറ്റിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നവലോക വിപണിയിൽ എത്തിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള പഠനങ്ങളും പരിശോധനകൾക്കും ശേഷമാണ് നവലോക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത്. ശുദ്ധമായിട്ടുള്ള ഗ്രീൻ ടീ, അതുപോലെ തന്നെ തേൻ ഒക്കെ വിപണിയിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നവലോക ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ നവലോകയെക്കുറിച്ച് പറഞ്ഞത് ഒരു അധ്യാപകൻ എങ്ങനെ ഒരു എൻ്റർപ്രണറായി മാറി എന്നുള്ള ഒരു കഥ പറയാനായിട്ടാണ്. അപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ നിന്നിരുന്ന ഞാൻ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ഭക്ഷണ വൈവിധ്യമുള്ള മില്ലറ്റുകളുടെ നിരവധിയായിട്ടുള്ള ഭക്ഷണ വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങളുടെ നടുവിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ആദരണീയനായ ശ്രീ കെ വി ദയാൽ സാറും അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥം എന്ന ഒരു കോഴ്സുമാണ്. ഇത് എൻ്റെ മാത്രം കഥയല്ല. എന്നോടൊപ്പം വാനപ്രസ്ഥം പഠിച്ചിട്ടുള്ള നിരവധിയായ വിദ്യാർത്ഥികൾ കേരളത്തിലെമ്പാടും, ഒരാളല്ല, അതിലൊക്കെ വളരെ നല്ല രീതിയിൽ വിജയിച്ചിട്ടുള്ള നിരവധിയായ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ, തൻ്റെ ക്ലാസ്സിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ വിദ്യാർത്ഥിക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ദിശാബോധം നൽകിക്കൊണ്ട് സമൂഹത്തിന് ഗുണകരമായ ഒരു എൻ്റർപ്രണറാക്കി, ഒരു സംരംഭകനാക്കി ദയാൽ സാർ മാറ്റുകയാണ്. അതാണ് ശരിയായ വിദ്യാഭ്യാസം എന്ന് ഞാൻ കരുതുന്നു. അതാണ് ശരിയായ ഗുരുനാഥൻ ചെയ്യേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. അതുവഴി അത് ഏറ്റെടുക്കുന്ന ആളുകൾക്കും സമൂഹത്തിനും എല്ലാ തരത്തിലുമുള്ള ഒരു ഗുണപരമായ മാറ്റം, അത് സാമൂഹ്യമായും സാമ്പത്തികമായും സാംസ്കാരികമായും ആരോഗ്യപരമായും ഗുണപരമായ ഒരു പരിവർത്തനം ആ വിദ്യാർത്ഥിക്കും സമൂഹത്തിനും നാടിനും ഉണ്ടാവുന്ന തരത്തിലേക്ക് കേരളത്തിലെമ്പാടും അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥം കോഴ്സിലൂടെ കടന്നു വന്ന എന്നെപ്പോലെ തന്നെ നിരവധിയായിട്ടുള്ള സംരംഭകരുണ്ട്. വളരെ വിജയകരമായി അവരെല്ലാവരും ഇന്ന് ഒരു സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ കണ്ണികളായി മാറിയിരിക്കുന്നു എന്നത് സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന കാര്യമാണ്. നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട്, ജൈവ കൃഷിയിലൂടെ നല്ല ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, ശരിയായ അന്നം ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ആരോഗ്യത്തിലേക്കും ആനന്ദത്തിലേക്കും പുതിയ തലമുറയെ കൈപിടിച്ചുയർത്തുന്നതിന് വാനപ്രസ്ഥം കോഴ്സ് പാസ്സായിട്ടുള്ള വാനപ്രസ്ഥീയരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിരവധി സംരംഭകർക്കു വേണ്ടി ഞാൻ അവരിൽ ഒരാളായി നിന്നുകൊണ്ട്, അവരുടെ ഒരു പ്രതിനിധിയായി നിന്നുകൊണ്ട്, സാറ് പറയും നമ്മളൊക്കെ പ്രതിനിധികളാണ് എന്ന് പറയും, അങ്ങനെ ഒരു പ്രതിനിധിയായി നിന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഒരു അധ്യാപകനെ ഒരു സംരംഭകനാക്കി മാറ്റിയ എൻ്റെ ഗുരുനാഥനും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വാനപ്രസ്ഥം ഇക്കോളജി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ പഠന പദ്ധതിയെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്, നിങ്ങളുടെ മുമ്പിൽ എത്തിയത്. എല്ലാവർക്കും നമസ്കാരം.